30 വർഷമായി വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയ അംഗൻവാടിക്ക് പൈപ്പ് ലൈൻ കുടിവെള്ളം എത്തിച്ച് ബി.ജെ.പിയുടെ പഞ്ചായത്ത് ഭരണസമിതി. പത്തനംതിട്ട ഓമല്ലൂർ പഞ്ചായത്തിലെ 53-ാം നമ്പർ അംഗൻവാടിയിലാണ് 3 പതിറ്റാണ്ടിന് ശേഷം വെള്ളമെത്തിയത്. ഇടത് വലത് ഭരണസമിതികൾ മുഖം തിരിച്ച പദ്ധതി ബി.ജെ.പിയുടെ ഭരണസമിതി വിജയകരമായി നടപ്പാക്കുകയായിരുന്നു. ഓമല്ലൂർ പഞ്ചായത്തിലെ 53-ാം നമ്പർ അംഗനവാടി 3 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ ഈ അംഗനവാടിയിൽ ഇത്ര നാളായിട്ടും വെള്ളം ലഭ്യമായിരുന്നില്ല. കുടിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കും വെള്ളത്തിനായി സമീപ വീടുകളെയാണ് ആശ്രയിച്ചിരുന്നത്. വേനൽക്കാലമാകുമ്പോൾ കുടിവെള്ളക്ഷാമം രൂക്ഷമാകും. പഞ്ചായത്തിലെ ഭരണസമിതികളെ നാളിതുവരെ പലതവണ കുടിവെള്ളത്തിനായി സമീപിച്ചതാണ് അംഗനവാടി ജീവനക്കാരും പ്രദേശവാസികളും. എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല. ഓമല്ലൂർ പഞ്ചായത്തിൽ ബി.ജെ.പി. അധികാരത്തിലേറിയതോടെ അംഗനവാടിയിൽ പുതിയ പൈപ്പ് കണക്ഷനും വെള്ളവും എത്തി. വെള്ളം ഇല്ലായിരുന്നു. ഈ 20 വർഷക്കാലവും ഞങ്ങളങ്ങ് താഴെ കുറേ ദൂരം പോയിട്ടാണ് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ നോക്കുകയൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ഭരണസമിതികളൊക്കെ ഇവിടെയൊക്കെ ഞങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അപേക്ഷകൾ വെച്ചിട്ടുണ്ട്, പഞ്ചായത്തിൽ ഒരുപാട് കയറി ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ടൊന്നും അതിന് യാതൊരു ശാശ്വത പരിപാടി ആയ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇപ്പോൾ അതിലും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പൈപ്പ് വെള്ളം കിട്ടി. പഞ്ചായത്ത് പ്രസിഡന്റിനോട് എത്ര നന്ദി പറഞ്ഞാലും നമുക്കത് തീരത്തില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ആതിര നേരിട്ടെത്തിയാണ് പൈപ്പ് കണക്ഷൻ നടപടികൾ പൂർത്തീകരിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ വാഗ്ദാനം നിറവേറ്റാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് ആതിരയും ബി.ജെ.പി. ഭരണസമിതിയും. എൻ്റെ അടുത്ത് ആദ്യം ഇവിടെയുള്ള ആളുകൾ പറഞ്ഞ് ഇത്ര വർഷമായിട്ട് 30 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന അംഗൻവാടിയാണ്. എല്ലാ ഭരണസമിതി വരുമ്പോഴും ഇവര് മാറി മാറി പറയാറുണ്ട്, ഈ അംഗൻവാടിയിലൊരു വെള്ളം ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. ഇവിടുത്തെ ആയയാണ് ആൻറ്റി, ഇപ്പം പെൻഷൻ ആവാറായിട്ടുണ്ട്. പുള്ളിക്കാരി അവിടുന്ന് താഴെ ഒരുപാട് ദൂരമുണ്ട് റോഡിൽ നിന്ന്, അവിടെ പോയിട്ടാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. നിലവിൽ 12 കുട്ടികളാണ് അങ്കണവാടിയിലുള്ളത്. വെള്ളമെത്തിയത് വലിയ ആശ്വാസമാണ് കുട്ടികൾക്കും അങ്കണവാടി ജീവനക്കാർക്കും പ്രദേശവാസികൾക്കും നൽകിയത്. ജനം, പത്തനംതിട്ട.